ദൈവം ശുശ്രൂഷ ഏൽപ്പിച്ചവനെ എവിടെ കൊണ്ട് എത്തിക്കണമെന്നും ആരുടെ മുമ്പിൽ എത്തിക്കണമെന്നും ദൈവത്തിന് നല്ല ബോധ്യമുണ്ട്. ആ സമയമാകുമ്പോൾ ദൈവം അവരുമായി കണക്ട് ചെയ്ത ദൈവമാണ്. നമുക്കറിയാം, തിരുവചനം നമ്മൾ നോക്കിയാൽ കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു ദൈവഭക്തനായ മനുഷ്യൻ, ആ ദൈവമനുഷ്യൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി പറയുകയാണ്, നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസിനെ നിന്റെ അടുക്കിലേക്ക് വരുത്തുക. കാരണം പത്രോസ് വന്ന് നിന്നോട് സംസാരിക്കുമെന്നുള്ളതായ ദൈവിക ശബ്ദം ദൂതൻ മുഖാന്തരം താൻ കേൾക്കുകയാണ്. എന്നാൽ ദൂരെയുള്ളതായ പത്രോസ് ആ സമയങ്ങൾ താൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തൻ്റെ വെൺമാടത്തിനകത്തും താനൊരു ദർശനം കാണുകയാണ്. ആ ദർശനത്തിനകത്ത് തനിക്കൊരു ബോധ്യമുണ്ടായി, ദൈവം തന്നെ വേറൊരു നിലവാരത്തിലേക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നെന്ന് മനസ്സിലായി. എന്നാൽ താൻ എത്തപ്പെടേണ്ട സ്ഥലം എവിടെയാണെന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെ അകത്ത് ദൂതൻ ഇറങ്ങി സംസാരിച്ചതുപോലെ ദൂരെ ഉണ്ടായ പത്രോസിനെ ദൈവത്തിൻ്റെ നിയോഗത്താൽ അവൻ പോലും ചിന്തിക്കാത്ത അടുത്തൊരു തലത്തിലേക്ക് ദൈവം അവനെ കൊണ്ടുവന്ന് നിർത്തിയതുപോലെ തന്നെ ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചതെങ്കിൽ, അയ്യോ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എനിക്ക് വളരാൻ കഴിയത്തില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് എന്നെയും നിന്നെയും വിളിക്കുന്ന ഒരു സമയം മുൻപിലുണ്ടെന്ന് വിശ്വസിക്കുക. എത്തപ്പെടേണ്ട സ്ഥാനത്ത് നമ്മളുമായി കണക്റ്റ് ആകേണ്ടതായ ബന്ധങ്ങളിലേക്ക് ദൈവം കൊണ്ടുപോകാൻ വിശ്വസ്തനാണ്. തയ്യാറാകുക. ഗോഡ് ബ്ലെസ് യു.